എഡ്യൂക്കേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 മാർച്ചിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിക്കെതിരെ UGC പബ്ലിക് നോട്ടീസ് ഇറക്കിയ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. MG യൂണിവേഴ്സിറ്റിയിലെ VC പറയുന്ന ഡയലോഗാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീഡിയ 1 ന്യൂസിലാണ് VC ഈ കാര്യം പറയുന്നത്. UGC നിയമം കർശനമായിട്ട് പാലിക്കും. 2015 മുതൽ UGC അംഗീകാരമില്ലാത്ത ഒരു സർവകലാശാലകൾ പോലും ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ വലിയ സ്ട്രിക്റ്റ് യൂണിവേഴ്സിറ്റിയാണ്, ഹൈ റാങ്കിങ് യൂണിവേഴ്സിറ്റിയാണ്. UGC പറഞ്ഞാൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യും. MG യൂണിവേഴ്സിറ്റിയിലെ മുമ്പത്തെ VC highly ranked university in the country. ഞങ്ങൾക്ക് വലിയ We strictly follow university grants commission regulations. MG സർവകലാശാല Therefore, UGC എന്ത് പറയുന്നു അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യും. 2015 മുമ്പുള്ള എല്ലാ ഡിഗ്രികളും അപ്രൂവ്ഡ് ആക്സെപ്റ്റഡ് ബൈ UGC. We stand by that. 2015 കഴിഞ്ഞുള്ള ഡിഗ്രികൾ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്ത് പറഞ്ഞോ അത് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഈക്വലൻസിയോ അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനുള്ള പോസിബിലിറ്റി കൊടുക്കത്തില്ല. അൺലെസ് ആൻഡ് അണ്ടിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ അപ്രൂവ് ദീസ് ഡിഗ്രീസ്. ഇതാണ് MGയുടെ സ്റ്റാൻഡേർഡ്. ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും പറയണം. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. ഞാനും അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഇപ്പം PSCയിൽ ജോലി കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ PSC വഴി സർക്കാർ ജോലി കിട്ടിയ ആളുകൾ വരെ ഉണ്ടാവാം ഒരു പക്ഷേ. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു വലിയ ആശങ്കയായിട്ട് നിൽക്കുന്നു. ആശങ്ക ഉണ്ടാകാം. ഞങ്ങളെ യൂണിവേഴ്സിറ്റിക്ക് മാത്രം എന്തോ കുഴപ്പമുള്ള രീതിയിലാണ് പറയുന്നത്. വിദ്യാർത്ഥികൾ എന്തായാലും ഹൊററാണ്, പ്രേതങ്ങളാണ്. ഞങ്ങളെ കാണുമ്പോൾ MG സർവകലാശാലയ്ക്ക് ചൊറിച്ചിലും മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് കാണുമ്പോൾ VIP പരിഗണനയും. മറ്റ് ഭാരതീയർ ഉൾപ്പെടെ സർവകലാശാലകൾക്കൊന്നും അംഗീകാരമില്ല 15 മുതൽ. സെയിം ഇത് തന്നെയാണ് അണ്ണാമലയ്ക്ക്. എന്നിട്ട് അവർക്കല്ല ഇപ്പോഴും തുല്യത സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടിരിക്കുന്നത്. കോടതിയിൽ കേസിരുന്ന സമയത്ത്, അതിന് മുമ്പും ഇപ്പോഴും വിധി വന്ന ശേഷം. അണ്ണാമല യൂണിവേഴ്സിറ്റിക്ക് മാത്രം ഇവിടെ ഒരു അവജ്ഞയാണ്. ആ യൂണിവേഴ്സിറ്റിയെ കാണുമ്പോൾ മാത്രം MGക്ക് ചൊറിച്ചിലാണ്. ഒരു വിഭാഗം വിദ്യാർത്ഥികളെ തടയുകയും മറ്റു സർവകലാശാലയിൽ പഠിച്ച മറ്റു വിദ്യാർത്ഥികളെ സഹായിക്കുകയും ചെയ്യുന്നു. അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചവരൊന്നും മനുഷ്യരല്ലേ? 2022 മാർച്ചിലാണ് അണ്ണാമലയ്ക്കെതിരെ UGC നോട്ടീസ് ഇറക്കിയത്. UGC വെബ്സൈറ്റിൽ നോക്കാതെയാണ് ഈ സർവകലാശാല 2015 മുതൽ 2022 വരെ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടിരുന്നത്. ഇത് വിവരാവകാശ പ്രകാരം MG തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 2023 മാർച്ചിലാണ്, അതായത് 2023 വരെ UGC അംഗീകാരവും ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനും പരിശോധിക്കാതെയാണ് അംഗീകാരമില്ലാത്ത സർവകലാശാലകൾക്ക് തുല്യത നൽകിയതെന്ന് MG വിവരാവകാശ രേഖയിൽ പറഞ്ഞിട്ടുണ്ട്. 2017 റെഗുലേഷൻ ഇറക്കിയ ശേഷം മാത്രമാണ് 2015, 16, 17 അക്കാഡമിക് ഇയറിൽ MG സർവകലാശാല തുല്യത കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും വിഷയമുള്ളത് 2015-നും 16-നും ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനും നോക്കുന്നില്ല. അതേപോലെ UGC വെബ്സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കുന്നില്ല. ഈ 2015, 16, 16, 17 അക്കാഡമിക് ഇയറിൽ തുല്യതാ സർട്ടിഫിക്കറ്റ് MG സർവകലാശാല കൊടുക്കുന്നത് കാരണം സ്വന്തമായിട്ടൊരു വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ച് കൊടുത്താലും 2015, 16 എന്ന് മെൻഷൻ ചെയ്ത് കൊടുത്താലും MG സർവകലാശാല തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ UGC വെബ്സൈറ്റോ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനോ MG സർവകലാശാല ചെക്ക് ചെയ്ത് നോക്കുന്നില്ല. വഴി പോകുന്നവർക്ക് തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അതുകൊണ്ട് പലർക്കും ഇത് മിസ്യൂസ് ചെയ്യുക. സ്വന്തമായിട്ട് എടുത്ത സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്താലും MG തുല്യത തരും, അത് ഉറപ്പാണ്. കാര്യം ഇവർ ഡബ്ബ് പരിശോധിക്കാത്തതുകൊണ്ടും ടെറിട്ടോറിയൽ നോക്കാത്തതുകൊണ്ട് അത് ഉറപ്പായിട്ട് നടക്കാം.